ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, ഇന്ന് ഞാനൊരു കേക്കിൻ്റെ ഡിസൈനാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഏത് കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിസൈനാണ്. ഈ ന്യൂ ഇയർ കേക്കിൻ്റെ മുകളിൽ നിങ്ങൾ ഈ ഡിസൈൻ ഒന്ന് ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതുപോലുള്ള ഒരു സ്പോഞ്ച് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം കഴിഞ്ഞ ക്രിസ്മസ് കേക്കിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്പോഞ്ച് ഉണ്ടാക്കുന്നതും പിന്നെ അതിൻ്റെ ഐസിങ്ങും എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ സ്പോഞ്ചിൻ്റെ വീഡിയോ പിന്നെ ഐസിങ്ങിൻ്റെ ഒന്നും വലിയ തോതിലൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഇതിന് ഞാൻ പ്രാധാന്യം കൊടുത്തത് ഇതിൻ്റെ ഡിസൈനിങ്ങാണ്. ഒരു പ്രത്യേകതരം ഡിസൈനാണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ്. ഏത് കുട്ടികൾക്ക് വരെ ഈ ഡിസൈൻ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് വേറെ അതിൻ്റെ നോസിലോ മറ്റു ഉപകരണങ്ങളൊന്നും ആവശ്യമില്ല. ഇങ്ങനെ സ്പോഞ്ച് ഞാനിവിടെ രണ്ട് ലെയർ മാത്രമാണ് ഇതിൽ ഞാൻ ചെയ്യുന്നുള്ളൂ. കാരണം ഞാൻ ഇതിൻ്റെ ഐസിങ്ങിനല്ല പ്രാധാന്യം കൊടുത്തത്. എന്നിട്ട് അതിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വിപ്പിംഗ് ക്രീം അതിൽ രണ്ടാം ലെയർ ഇട്ടെടുത്ത് പിന്നെ അതിൽ നട്ട്സോ കാര്യങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇതിൽ നട്ട്സ് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടത്, അങ്ങനെ മുകളിലും കുറച്ച് ക്രീം ഐസിങ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് സെറ്റാകാൻ വേണ്ടി വെക്കണം. അപ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ട ഡിസൈനിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അതിനുവേണ്ടി ഞാനിവിടെ റെഡ് കളറാണ് എടുത്തത്. പിന്നെ കുറച്ച് ഗ്രീൻ കളർ എടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരമുള്ള കളറ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കയ്യിലുള്ള ഏത് കളറാണോ അത് വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്യാം. ഇതിനുവേണ്ടി ഞാനിപ്പോൾ എടുത്തത് നൂലാണ്. ഇങ്ങനത്തെ കുറച്ച് തടിയുള്ള നൂലില്ലേ, ഈ തരം നൂലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇങ്ങനത്തെ നൂലില്ലെങ്കിൽ സാധാ നൂല് നമുക്ക് 3-4 ലെയറായിട്ട് നല്ലോണം ഒന്ന് പിരിച്ചെടുത്താൽ മതി, കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ നൂല് ആദ്യം തന്നെ റെഡ് കളർ, ഇതാണ് അതിൻ്റെ ഫ്ലവറായിട്ട് നിൽക്കുന്നത്, അതിനാണ് റെഡ് കളർ ആദ്യം യൂസ് ചെയ്യുന്നത്. അടിയിലാണ് ഇല വരുന്നത്, അതുകൊണ്ടാണ് അവിടെ പച്ച കൊടുത്തത്. ഇനി കയ്യിലുള്ള ഏത് കളർ വെച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ നൂല് മൊത്തം ആ കളറിൽ നല്ലോണം അമർത്തി നല്ലോണം ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്യണം. ആ കളറ് നൂലുമ്മൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അമർത്തി കൊടുക്കുന്ന. ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കുക. അതിൻ്റെ ഒരു കുറച്ച് ഭാഗം മാത്രം റെഡ് കളറും ബാക്കി ഭാഗത്ത് നമ്മൾ പച്ച കളറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ബാക്കിയുള്ള ഭാഗം അതിന് തീരെ ഗ്യാപ്പ് വരാൻ പാടില്ല. തൊട്ടടുത്ത് തന്നെ പച്ച കളറും ആഡ് ചെയ്യുക. നൂലുമ്മൽ നല്ലോണം കവർ ആകുന്നത് വരെ കളറ് നല്ലോണം ചെയ്ത് കൊടുക്കുക. ഇനി ആ നൂല് നല്ലോണം പൊക്കി പിടിച്ച് ഇതോണം എസ് എഴുതുന്ന പോലെ ഇങ്ങനെ കേക്കിൻ്റെ നടുഭാഗത്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്, ശ്രദ്ധിക്കണമെന്ന്. ഇതാ നൂല് കുറേ ഭാഗം കളറില്ലാത്ത ഭാഗമുണ്ട്. അതുകൊണ്ടാണ് ഈ വെറും 2 ഡിസൈൻ മാത്രം നമുക്കതിൽ കിട്ടിയത്. ആ എസ് ചെയ്യുന്ന ഭാഗം മൊത്തം കളറുണ്ട്. അടുത്ത ഭാഗം ശ്രദ്ധിച്ചാൽ അറിയാം. മുഴുവൻ കളറുണ്ടെങ്കിലും 2-3 ഡിസൈൻ ഐമൽ അതിൻ്റെ മുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതാ നൂല് റെഡ് കളറിൽ മുക്കി അടുത്ത ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി കുറേ ഭാഗം റെഡ് കളർ കൂട്ടിയെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഡിസൈനിനെക്കാട്ടിലും കുറച്ച് ഭാഗം കൂടി നൂല് കൂടുതൽ കളറിൽ മുക്കിയിട്ടുണ്ട്. ഇനി പച്ച കളറും അതോടൊപ്പം തന്നെ കുറച്ച് കൂടുതൽ ഭാഗം കളറിൽ മുക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് എൻഡ് വരെ അതിൻ്റെ ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ഒരു
പൂവും ഒരു ഇലയും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അടുത്തതിൽ കൂടുതൽ ഭാഗം നൂല് കളറിൽ മുക്കിയത് കൊണ്ട് 2-3 ഡിസൈൻ കിട്ടുന്നുണ്ട് നമുക്ക്. അത് എല്ലാ ഭാഗത്തും അതിൻ്റെ കളർ. അപ്പോൾ ആദ്യം ചെയ്തതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ വലിക്കുക. ഒന്നും ചെയ്യണ്ട, വലിച്ചു കൊടുത്താൽ മാത്രം മതി. നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ച് വലിച്ചു കൊടുക്കുക. കണ്ടില്ലേ, 2 റെഡും കിട്ടിയിട്ടുണ്ട്, 2 പച്ചയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഭാഗം നൂല് കളറിൽ മുക്കിയാൽ അതിനനുസരിച്ച് കൂടുതൽ ഡിസൈൻ കിട്ടും. കേക്ക് താഴെ വരെ ഡിസൈൻ കിട്ടും. അല്ലെങ്കിൽ വെറും 2 ഡിസൈൻ മാത്രമാണ് നമുക്ക് ആദ്യത്തേന് കിട്ടിയത്. ഇപ്പം ഞാൻ ഇതിൽ കുറച്ച് മഞ്ഞ കളർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ പച്ച ഇലയുടെ മുകളിൽ ഒരു മഞ്ഞ ഷെയ്ഡും കൂടി വരാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെറിയ ഭാഗത്ത് മാത്രം മഞ്ഞ ആഡ് ചെയ്യുക. പച്ചയുടെ തൊട്ടടുത്തായിട്ട് തന്നെ കുറച്ച് മഞ്ഞ കളറും ചേർത്ത് ആ നൂല് അതിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ഡിസൈൻ ചെയ്താൽ പച്ചയോട് അനുബന്ധിച്ച് തന്നെ ഒരു മഞ്ഞ ഷെയ്ഡ് കൂടി നമുക്ക് കിട്ടും. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിലോൾ എന്ന ഓപ്ഷൻ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അതിൻ്റെ തൊട്ട ഇപ്പുറത്തായിട്ട് അതോണം തന്നെ നമ്മൾ നൂല് ഇങ്ങനെ ചെയ്ത് അതിൻ്റെ ഫസ്റ്റ് ചെയ്തതിൻ്റെ മുകളിലോട്ട് നൂല് വെച്ചിട്ട് താഴേക്ക് വലിക്കുക. ഇപ്പം കണ്ടില്ലേ, ഒരു പച്ച കളറിനോട് അടുത്ത് തന്നെ ഒരു മഞ്ഞ ഷെയ്ഡും കൂടി വന്ന് ആ കളർ നമ്മളങ്ങനെ ആഡ് ചെയ്ത് കൊണ്ടാണത് അങ്ങനെ കിട്ടിയത്. അങ്ങനെ നമുക്ക് ഏത് കളറും ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരെണ്ണം ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് ചെയ്ത് വെച്ച ഒരു കേക്കിൻ്റെ ഡിസൈന് പല കളറും മിക്സ് ആക്കിയിട്ട് ചെയ്തതാണത്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഡിസൈൻ ചെയ്ത കേക്ക്.